വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ നാച്ചുറലായിട്ട് എങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ എൻ്റെ മുടീൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷാമ്പു ഇട്ട മുടിയാണ് കേട്ടോ. എൻ്റെ മുടിക്ക് ഇത്ര ഉള്ളൊന്നുമില്ല, ഉള്ളു വളരെ കുറവാണ്. ഷാമ്പു ഇട്ടത് കൊണ്ട് നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഞാനൊരു ചെറിയ പരിപാടിക്ക് പോയി വന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് മുടി ഫുള്ള് ഷാമ്പു കിടക്കുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് വെണ്ടയാണ്. വെണ്ട ഒരു 6 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു പീസാക്കി മുറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കറിയാമല്ലോ വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കളറില്ലേ, ആ കളറാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇതേ മാറ്റി മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, നമ്മളെ വീട്ടിലുണ്ടാക്കിയ കറ്റാർവാഴയാണ് കേട്ടോ, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അരിച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ ഞാനിതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 2 എണ്ണമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മുടീൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ 2 എണ്ണം ആഡ് ചെയ്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപയോഗിക്കാം. അപ്പോൾ ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് എന്തിനാണ്, ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ. അപ്പോൾ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് കേട്ടോ. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മുടിക്കുള്ള പ്രോട്ടീനാണ് ഈ കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇല്ലാതാവുന്ന സമയത്താണ് നമ്മളെ മുടി പൊട്ടണത്, മിനുസൊക്കെ പോയി കെട്ടിക്കൊടുക്കാവുന്ന, ഭയങ്കര പിടിച്ചാലൊക്കെ ഭയങ്കര ചകിരി പോലെയൊക്കെ ഇരിക്കില്ലേ, അതുപോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ മുടി കെയർ ചെയ്യാത്തതിൻ്റെ മുകളിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് കുറച്ച് സമയത്തേക്ക്, അങ്ങനെ ഒരുപാട് ദിവസത്തേക്കൊന്നും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാമെന്നേ ഉള്ളൂ. എൻ്റെ മുടിയിൽ ഈ ഒരു പ്രോസസ്സ് സക്സസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം എൻ്റെ മുടി ഭയങ്കര ചകിരി പോലെ, സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് ചില ഷാമ്പൂ ഒന്നും പറ്റില്ല കേട്ടോ. ചില ഷാമ്പൂ ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ചകിരി പോലെ കിടക്കും, തൊട്ടാൻ പറ്റില്ല, തൊട്ടാ പൊട്ടിപ്പോന്നുള്ള അവസ്ഥയായിരിക്കും. ആ ഒരു സെയിം സിറ്റുവേഷനാണ് എനിക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളത്, ഈ കെട്ടിപ്പിടിഞ്ഞ് കിടക്കാണ്ട് ഓരോ മുടിയും ഓരോന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കൈകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കില്ലേ, ആ സമയത്ത് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോ മുടിയും ഓരോന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ചെയ്ത എല്ലാവർക്കും ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ഹെയർ ഒരുപോലെയല്ല. എൻ്റെ ഹെയറിന് ഇത് പറ്റാത്തത് എൻ്റെ ഹെയറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.